നമസ്തേ. ഓം ശ്രീമാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 മാർച്ച് 14 വെള്ളിയാഴ്ച ഉത്രം നക്ഷത്രം വരുന്ന ദിവസം, പൗർണമി തിഥി വരുന്ന ദിവസം, അതായത് കൊല്ലവർഷം 1200 ആണ്ട് കുംഭം 30 സൂര്യോദയം 6:36 AM സൂര്യാസ്തമനം 6:32 PM ചന്ദ്രോദയം 6:45 ആകുന്നു. രാഹുകാലമാകട്ടെ 11:04 AM മുതൽ 12:34 PM വരെയും, ഗുളികകാലം 8:05 AM മുതൽ 9:35 AM വരെയും, യമകണ്ഠകാലം 3:33 PM മുതൽ 5:02 PM വരെയും ആകുന്നു. വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഒരുപാട് ശുഭകാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ ദിവസമാണ്. എന്നാൽ ഉത്രം നക്ഷത്രമായതുകൊണ്ട് പണം കടം വാങ്ങുകയോ എഗ്രിമെന്റുകളിൽ സൈൻ ചെയ്യുകയോ ചെയ്യുന്നത് അത്ര ഉചിതമായിരിക്കില്ല. പൗർണമി ആയതുകൊണ്ട് ദേവിയെ നന്നായി പ്രാർത്ഥിക്കുന്നത്, ചന്ദ്രമായെ നന്നായി പ്രാർത്ഥിക്കുന്നത്, ദുർഗാദേവിയെ നന്നായി പ്രാർത്ഥിക്കുന്നത് എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും കാരണമാകും. അഭിജിത്ത് മുഹൂർത്തമാകട്ടെ 12:10 PM മുതൽ 12:32 PM വരെയും, 12:36 PM മുതൽ 12:56 PM വരെയുമാണ്. ചന്ദ്രാഷ്ടമം മകരൻ രാശിക്കാർക്ക്. ഇനി ഗ്രഹസ്ഥിതി ഒന്ന് പരിശോധിക്കാം. സൂര്യൻ കുംഭത്തിലും ചന്ദ്രൻ ചിങ്ങത്തിലും കന്നിയിലുമായും, കുജൻ മിഥുനത്തിലും, ബുധൻ മീനത്തിലും, ഗുരു അല്ലെങ്കിൽ വ്യാഴം ഇടവത്തിലും, ശുക്രൻ മീനത്തിലും, മന്ദൻ കുംഭത്തിലും, സർപ്പി മീനത്തിലും, കേതു കന്നിയിലുമായി ഗ്രഹങ്ങൾ അവരുടെ യാത്ര തുടരുന്നു. ഗുളികോദയമാവട്ടെ മേടൻ രാശിയിലും, ഉദയം അതായത് ലഗ്നം മീനത്തിലും തുടങ്ങുന്നു. ഇനി നമുക്ക് 27 നക്ഷത്രക്കാരുടെയും ഈ പൗർണമി നാളിലെ വിശേഷ ഫലങ്ങൾ എന്തെല്ലാമെന്ന് പരിശോധിക്കാം. വെള്ളിയാഴ്ചയും പൗർണമിയുമായതുകൊണ്ട് ദേവിയെ പ്രാർത്ഥിക്കുന്നത്, മഹാലക്ഷ്മി പൂജ ചെയ്യുന്നത്, സപ്തശതി പാരായണം ചെയ്യുന്നതൊക്കെ വളരെ ഗുണഫലങ്ങൾ നൽകുന്നതാണ്. എന്തായാലും വെളുത്ത വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് അമ്മയെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവിധ ഐശ്വര്യങ്ങളും, മഹാലക്ഷ്മി പൂജ ചെയ്യുമ്പോൾ, അതുപോലെ വൈഭവലക്ഷ്മി പൂജ ചെയ്യുമ്പോൾ, ചന്ദ്രമായെ പ്രാർത്ഥിക്കുമ്പോൾ, പൗർണമി പൂജ ചെയ്യുമ്പോൾ എല്ലാവിധ ദേവിയുടെ അനുഗ്രഹവും 27 നക്ഷത്രക്കാർക്കും ലഭിക്കും. ഇനി ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഗുണഫലങ്ങളാണ് എന്ന് പരിശോധിക്കാം. മേടം രാശി. ഗ്രഹനിർമ്മാണത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യം തെളിഞ്ഞു വരും. പുതിയ വാഹനങ്ങളോ വസ്തുക്കളോ വാങ്ങുന്നതിനും ഉള്ള വാഹനങ്ങൾ ക്രയവിക്രയം ചെയ്യുന്നതിനുമുള്ള സാധ്യത ഒത്തുവരുന്നതാണ്, സാധ്യത വന്നു ചേരുന്നതാണ്. ചെറിയ തോതിലുള്ള ലാഭങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യാം. കൃഷി, കന്നുകാലി വളർത്തൽ, മത്സ്യം വളർത്തൽ ഇവയ്ക്കും പറ്റിയ സമയമാണ്. ശസ്ത്രക്രിയകൾ പറഞ്ഞിരുന്നത് ചിലപ്പോൾ മാറ്റിവെക്കുവാൻ ഇടയുണ്ട്. പഠനകാര്യങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് അല്പം മന്ദത അനുഭവപ്പെടുമെങ്കിലും ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നത് മൂലം ഈ മന്ദത മാറിക്കിട്ടും. വിശ്വാസവഞ്ചനകൾ സമസ്ത മേഖലകളിലും പ്രതീക്ഷിക്കാവുന്നത് കൊണ്ട് കൂടുതൽ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക. മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നതും മഹാലക്ഷ്മി പൂജ ചെയ്യുന്നതും, വെള്ളിയാഴ്ച നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നതും, നാരങ്ങാദീപം തെളിക്കുന്നതും, ദുർഗാ സപ്തശതി ജപിക്കുന്നതുമെല്ലാം, ദുർഗാ സപ്തശതി പാരായണം ചെയ്യുന്നതുമെല്ലാം എല്ലാവിധ നന്മകളും നൽകും. കുടുംബ പരദേവതയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം സുബ്രഹ്മണ്യസ്വാമിയെ കൂടി പ്രാർത്ഥിച്ചാൽ എല്ലാം മംഗളമായി ഭവിക്കും. ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവമാണ്. മാത്രവുമല്ല ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ
അന്നദാനവും നടക്കുന്ന ദിവസമാണ്. കഴിയുന്നവരെല്ലാം സന്താന ഗോപാലമൂർത്തിയായ പൂർണ്ണത്രയസ്യന്റെ അന്നം സേവിച്ച് ജീവിതത്തിലെ എല്ലാ ദാരിദ്ര്യ ദുഃഖവും മാറ്റേണ്ടതാണ്. അതിന് അവിടുത്തെ അന്നദാനം വളരെ മഹത്തരമാണ്. ഇടവം രാശി. ഇടവൻ രാശിക്കാർക്ക് പൊതുവെ നല്ല സമയമാണ്. അതുകൊണ്ട് തന്നെ ശുഭഫലങ്ങൾ ഉണ്ടാകുമെന്നതിൽ തർക്കമില്ല. കഴിഞ്ഞ കാലങ്ങളിൽ നഷ്ടപ്പെട്ട അവസരങ്ങൾ ഒന്നൊന്നായി തിരികെ പിടിക്കുന്നതിന് ഒരു ശ്രമം നടക്കും. പരാജയപ്പെട്ട സംരംഭങ്ങൾ പുനരാരംഭിക്കുകയും ചെയ്യും. മെച്ചപ്പെട്ട വരുമാനമൊന്നും ഉണ്ടായില്ലെങ്കിലും നഷ്ടം വരാതിരിക്കും. ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ നിന്ന് അല്പം ലാഭം ലഭിക്കും. കൃഷിയും കന്നുകാലി വളർത്തലും പക്ഷി വളർത്തലും തുടങ്ങിയ സ്വയം തൊഴിൽ, കരകൗശല വിദ്യകൾ ഇവയിൽ അല്പം ലാഭവും ഐശ്വര്യവും പ്രതീക്ഷിക്കാം. ദാമ്പത്യത്തിൽ ഒരു ഐക്യത വന്നു ചേരും. കലാകായിക പൊതുരംഗങ്ങളിലും ഒരു നല്ല പേര് വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുക. കുബേരലക്ഷ്മി പൂജ, വൈഭവലക്ഷ്മി പൂജ, പൗർണമി പൂജയൊക്കെ ചെയ്യുക. മഹാലക്ഷ്മി അഷ്ടകവും കനകധാരയും ഒക്കെ ജപിക്കുക. ലളിതാ സഹസ്രനാമവും സപ്തശതിയും ഒക്കെ പാരായണം ചെയ്യുന്നത് എല്ലാവിധ ദോഷങ്ങളും മാറുന്നതിന് സഹായകമാവും. വെളുപ്പോ ചുവപ്പോ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതും എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും നൽകുന്നതാണ്. മിഥുനം രാശി. ജീവിതത്തിലെ പുറകോട്ട് പോയ അവസരങ്ങളെ എല്ലാം അതിജീവിച്ചുകൊണ്ട് ജീവിത യാഥാർത്ഥ്യം എന്തെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുകയും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുകയും ചെയ്യുന്നതോടുകൂടി ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരും. ശ്രീകൃഷ്ണസ്വാമിക്ക് അർച്ചന നടത്തുന്നതോടൊപ്പം ദുർഗാദേവിയെ കൂടി പ്രാർത്ഥിക്കുകയും മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുകയും ലളിതാ സഹസ്രനാമ പാരായണവും അതുപോലെ തന്നെ ലളിത അഷ്ടോത്തരവും ഒക്കെ ജപിച്ച് മഹാലക്ഷ്മിക്ക് പൂജ ചെയ്യുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധികളെല്ലാം മാറി അനുകൂലമായ ഒരു സാഹചര്യം വന്നു ചേരും. ചില വലിയ ആഗ്രഹങ്ങൾ സാധിക്കുവാനുള്ള ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ഡോക്ടർമാർക്കുമൊക്കെ അല്പം സന്തോഷം തരുന്ന നിമിഷങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കാവുന്ന ദിവസമാണ് ഈ പൗർണമി നാൾ. എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകുന്നതിന് മഹാലക്ഷ്മിയെയും ദുർഗാദേവിയെയും പ്രാർത്ഥിക്കുന്നത് ഗുണഫലങ്ങൾ നൽകും. കർക്കിടകം രാശി. കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളിലും വളരെയധികം സൂക്ഷ്മത പുലർത്തേണ്ടതാണ്. പല കാര്യങ്ങളിലും തടസ്സങ്ങൾ, അഷ്ടമശനിയുടെ കുറെ കഷ്ടതകൾ കൂടി അനുഭവിക്കേണ്ടതായി വരും. ബന്ധങ്ങളിൽ ഒരു കാര്യവുമില്ലാതെ വിള്ളലുകൾ ഉണ്ടാകാം. തൊഴിൽപരമായും അല്പം ബുദ്ധിമുട്ടുകൾ വന്നു ചേരും. സാമ്പത്തിക ക്ലേശവും അനുഭവിക്കേണ്ടതായി വന്നേക്കാം. ശരീരത്തിൻ്റെ നാനാഭാഗങ്ങളിലായി അകാരണമായി വേദനകളോ ക്ഷതങ്ങളോ മുറിവുകളോ വന്നു ചേരുവാനും യോഗം കാണുന്നു. ആയതിനാൽ വളരെ ശ്രദ്ധിച്ച് ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുക. മൂർച്ചയുള്ള ആയുധങ്ങൾ പെരുമാറുമ്പോൾ വളരെയധികം ശ്രദ്ധ ആവശ്യമാണ്. കയ്യിലുള്ള ധനം തികയാതെ വരികയും ചിലപ്പോൾ കടം വാങ്ങേണ്ടതായും വന്നേക്കാം. കഴിയുന്നതും കടം വാങ്ങാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകുവാൻ ശ്രമിക്കണം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിലുള്ള മാന്ദ്യം മാറുന്നതിന് ദുർഗാ സപ്തശതി പാരായണം ചെയ്യുന്നത് ഗുണഫലങ്ങൾ നൽകും. ദുർഗാ സപ്തശതിയും മഹാലക്ഷ്മി അഷ്ടകവും ജപിച്ച് അമ്മയുടെ അനുഗ്രഹം തേടൂ. എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവയോഗ്യമായി തീരും. ചിങ്ങം രാശി. ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടകാര്യം, മനസ്സിൽ ആഗ്രഹിച്ച, ഒരുപാട് നാളായി ആഗ്രഹിച്ച ഒരു കാര്യം അതിഷ്ടം പോലെ നടന്നു കിട്ടുവാൻ യോഗം കാണുന്നു. ഭക്ഷ്യഭിഷബാധ സംഭവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മൂത്രാശയ രോഗങ്ങൾ വരാതിരിക്കുവാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കച്ചവടക്കാർക്ക് നൂതന സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള ആലോചനകൾ ഉണ്ടാവും. വിദേശയാത്രകൾക്കും മുടങ്ങി നിൽക്കുന്നതുമായ തൊഴിലിൽ പുനഃപ്രവേശനം നടത്തുന്നതിനും അവസരങ്ങൾ വന്നു ചേരും. ഗ്രഹനിർമ്മാണ സാധ്യതകൾക്കുള്ള മാർഗം തെളിഞ്ഞു വരും.
പാരമ്പര്യമായി കിട്ടിയ വസ്തുക്കൾ കൈമോശം വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കണ്ടകശനിക്കാലം ആയതുകൊണ്ട് ഇണയ്ക്കും തുടയ്ക്കും അസ്വാസ്ഥ്യങ്ങൾ വരാതിരിക്കുവാൻ മനസ്സറിഞ്ഞ് ദുർഗാദേവിയെ പ്രാർത്ഥിക്കുകയും മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുകയും ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുകയും ആദിത്യ ഭഗവാനെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി തീരുന്നതാണ്. കന്നിരാശി. ധനവിനിയോഗം വളരെ ശ്രദ്ധാപൂർവം ചെയ്തില്ലെങ്കിൽ വിശ്വാസവഞ്ചനകൾ പ്രതീക്ഷിക്കാം. വാക്കുകൾ പാലിക്കാൻ സാധിക്കാതെ വരികയും ബന്ധങ്ങളിൽ അനാവശ്യമായ തർക്കങ്ങൾ വരികയും ചെയ്യും. അത് ഒരു ബന്ധങ്ങൾ ഇല്ലാതാവുന്നതിന് തന്നെ, ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തുന്നതിന് തന്നെ കാരണമായേക്കാം. കണ്ണുകൾക്ക് എന്തെങ്കിലും രോഗങ്ങൾ, നേത്രരോഗങ്ങൾ പിടിപെടാം. വാഹനങ്ങൾക്ക് എന്തെങ്കിലും അപകടം വരാനുള്ള സാധ്യതയുമുണ്ട്. വാത സംബന്ധമായ രോഗങ്ങളും പ്രതീക്ഷിക്കാം. അവകാശപ്പെട്ട ആഭരണങ്ങളോ ഭൂമിയോ മറ്റുള്ളവർ കൈക്കലാക്കാൻ ശ്രമിക്കുന്നതായും കാണാം. അല്പം വിഷമം തരുന്ന സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമെങ്കിലും അയ്യപ്പസ്വാമിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയും മഹാലക്ഷ്മി അഷ്ടകവും ദുർഗാ സപ്തശതിയും ജപിക്കുമ്പോൾ എല്ലാം മംഗളമായി തീരും. മൂകാംബിക ക്ഷേത്രത്തിലെ ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതുകൊണ്ട് അമ്മയെ കൂടി പ്രാർത്ഥിച്ച് ഈ പൗർണമി ഏറ്റവും ശുഭമുള്ള പൗർണമിയായി തീരുവാൻ പൗർണമി പൂജ ചെയ്യുന്നതും എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകും. അഷ്ടമവ്യാഴത്തിന്റെ അല്പം കഷ്ടതകളൊക്കെ ഉണ്ടെങ്കിലും സൗഹൃദങ്ങൾ, കുടുംബ ബന്ധങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം അല്പം മാന്യത പുലർത്താൻ സാധിക്കും. ചെറിയ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. എങ്കിലും ഭയപ്പെടാതെ മരുന്ന് യഥാസമയം കൊടുത്തുകൊണ്ട് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാം. പ്രാർത്ഥന കൂടി ചെയ്യുമ്പോൾ കൂടുതൽ ഫലം ലഭിക്കും. വ്യാപാരങ്ങളിൽ ഉയർച്ച ഉണ്ടാവും. പതുക്കെയാണെങ്കിലും നഷ്ടങ്ങളിൽ നിന്നും മുൻകയറുവാനുള്ള ഒരു മാർഗം തെളിഞ്ഞു വരും. തൊഴിൽ അന്വേഷിക്കുന്നവർക്കും അഭ്യസ്ത വിദ്യകൾ ചെയ്യുന്നവർക്കും അനുകൂലമായ സമയമാണ് വരുന്നത്. മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുക. രാശിനാഥയായ മഹാലക്ഷ്മിയെ സ്തുതിച്ചുകൊണ്ട് മഹാലക്ഷ്മി പൂജ ചെയ്യുന്നത്, സപ്തശതി പൂജ ചെയ്യുന്നത്, ദേവീ മഹാത്മ്യം പാരായണം ചെയ്യുന്നത്, നാരായണി സ്തുതി പാരായണം ചെയ്യുന്നതൊക്കെ ഒരുപാട് ഗുണങ്ങൾ പ്രദാനം ചെയ്യും. വൃശ്ചിക രാശി. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം 7-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാലും മഹാലക്ഷ്മിയുടെ അനുഗ്രഹമുള്ളതാനാലും, കാരണം മഹാലക്ഷ്മി 5-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാലും സാമ്പത്തിക തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. ആരോഗ്യ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. മാതൃ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുന്നതാണ്. ഭൂമി സംബന്ധമായ കേസുകളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വിദ്യയിൽ തടസ്സങ്ങൾ നേരിടുമെങ്കിലും ഭയപ്പെടേണ്ടതായി വരില്ല. പുറം രാജ്യങ്ങളിൽ പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്കുള്ള സാധ്യത തെളിഞ്ഞു വരും. വാണിജ്യ മേഖലയിൽ നിന്നും ഒരല്പം കരകയറ്റം പ്രതീക്ഷിക്കാം. സന്താനങ്ങൾക്ക് അല്പം ഗുണഫലങ്ങൾ വന്നു ചേരുന്നതാണ്. പൊതുവെ പറഞ്ഞാൽ അനുകൂലമായൊരു സാഹചര്യമാണ് വൃശ്ചികം രാശിക്കാർക്ക്. രാശിനാഥയായ ഭദ്രകാളിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ദുർഗാ സപ്തശതി ജപിക്കുകയും കാളിയമ്മയെ പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ മൂകാംബിക ദേവിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ഗുണഫലങ്ങളും അനുഭവയോഗ്യമായി തീരും. ധനുരാശി. ഒരു കാര്യത്തിലും ഉദ്ദേശിച്ച രീതിയിൽ മുന്നേറുവാൻ സാധിക്കാതെ നട്ടം തിരിയുമ്പോൾ ആശ്വാസവചനവുമായി ആരെങ്കിലും എത്തുമെന്നുള്ളത് ഒരു അത്ഭുതം തന്നെയാണ്. മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മൂകാംബിക ദേവിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ പൊതുവെ എല്ലാ കാര്യങ്ങളും മംഗളമായി ഭവിക്കും. അതുപോലെ നാരായണി സ്തുതി പാരായണം ചെയ്യുന്നത് മൂലവും ദുർഗാ സപ്തശതി പാരായണം ചെയ്യുന്നത് മൂലവും കഷ്ടതകൾ ഒഴിഞ്ഞു പോകും. ഉദരരോഗങ്ങളോ മൂത്രാശയ രോഗങ്ങളോ വരാനുള്ളത് അല്പം സീരിയസ് ആകുമെങ്കിലും മരുന്നുകൊണ്ട് എല്ലാം സുഖപ്പെടും.
മനസ്സറിഞ്ഞ് മൂകാംബിക ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ, മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുമ്പോൾ, ദുർഗാ സപ്തശതി പാരായണം ചെയ്യുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കും. മകരം രാശിക്കാര് ഈ ദിവസം വളരെ ശ്രദ്ധയോടുകൂടി പ്രവർത്തിച്ചാൽ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ സാധിക്കും. സാധാരണ തരത്തിലുള്ള കലഹങ്ങൾ, കുടുംബകലഹം അല്പം മൂർച്ഛിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. മാനസികമായ ചർച്ചകളെല്ലാം പരാജയപ്പെടുന്നതായാണ് കാണുന്നത്. തൊഴിൽപരമായും അല്പം നഷ്ടം സംഭവിക്കാം. എന്നിരുന്നാലും മഹാലക്ഷ്മിയെ നിത്യം സ്തുതിക്കുമ്പോൾ, ചോറ്റാനിക്കരമ്മയുടെയും മൂകാംബിക ദേവിയുടെയും പ്രാർത്ഥനകൾ ചെല്ലുമ്പോൾ, ദുർഗാ സപ്തശതി പാരായണം ചെയ്യുമ്പോൾ, ദേവി മഹാത്മ്യത്തിലെ നാരായണി സ്തുതി പാരായണം ചെയ്യുമ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും. അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവുന്നതിനായി നെയ്വിളക്ക് തെളിച്ച്, നാരങ്ങാദീപം തെളിച്ച് പ്രാർത്ഥിക്കൂ. അമ്മ എല്ലാവിധത്തിലുള്ള അനുഗ്രഹവും നൽകുന്നതാണ്. കുംഭൻ രാശി എന്ന് പറയുമ്പോൾ പൊതുവെ അല്പം ശാന്തവും സമാധാനവുമായ ദിവസമാണ്. ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നത് മൂലം കുടുംബത്തിൽ കൂടുതൽ ഐശ്വര്യം വന്നു ചേരും. പൗർണമി പൂജയും സപ്തശതി പാരായണവും എല്ലാം കുടുംബത്തിൽ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും. ആധ്യാത്മിക യജ്ഞങ്ങളിൽ പങ്കെടുക്കും. പുണ്യ സങ്കേതങ്ങളിൽ പങ്കെടുക്കുകയും പൂജകളുടെ ഭാഗവാക്കാകുകയും ചെയ്യും. ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധ വരും. യാത്രാക്ലേശമോ അലച്ചിലോ ഒഴിവാകും. ധനനഷ്ടം വരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഉത്തമ സുഹൃത്തുക്കളുടെ സഹായം എപ്പോഴും ലഭ്യമാവും. പൊതുവേ പറഞ്ഞാൽ ജന്മശനിയുടെ എല്ലാ കഷ്ടതകളും മറന്ന് ദുർഗാദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ, മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുമ്പോൾ, ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുമ്പോൾ എല്ലാം ശുഭമായി തീരുന്നതാണ്. മീനം രാശി ശാരീരികമായ അസ്വസ്ഥതകൾ അല്പസ്വല്പം അനുഭവിക്കുമെങ്കിലും ശിരസിൽ നിൽക്കുന്ന സർപ്പവും ഏഴിൽ നിൽക്കുന്ന കേതുവും ചെറിയ ചെറിയ കഷ്ടതകളൊക്കെ വരുത്തുമെങ്കിലും കാര്യങ്ങൾക്കൊരു നീക്കുപോക്ക് വരുന്ന സമയമാണിത്. പഠന സംബന്ധമായി കുട്ടികൾക്ക് വളരെ മുന്നേറ്റങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ വ്യാപാര വ്യവസായ മേഖലകളിലെ പ്രതിസന്ധികളൊക്കെ മാറിക്കിട്ടും. കാര്യങ്ങൾ ഒരുവിധം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. മാതാപിതാക്കൾക്കും സന്താനങ്ങൾക്കുമൊക്കെ അല്പം ആരോഗ്യ പ്രശ്നങ്ങൾ വരുമെങ്കിലും അതൊക്കെ പെട്ടെന്ന് ഉച്ചയോടുകൂടി അതൊക്കെ മാറിക്കിട്ടുന്നതാണ്. കലാസാഹിത്യം, അധ്യാപനം, കരകൗശല മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് എന്തെങ്കിലും അംഗീകാരമോ പ്രോത്സാഹനമോ ലഭിക്കുന്നതാണ്. ആയുധങ്ങൾ, യന്ത്രങ്ങൾ, മരുന്നുമായി ബന്ധപ്പെട്ടവർക്കും അല്പം എന്തെങ്കിലും നന്മകൾ പ്രതീക്ഷിക്കാം. ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. വീഴ്ചകളും ക്ഷതങ്ങളും വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗണപതിക്ക് നാളികേരം ഉടയ്ക്കുന്നതോടൊപ്പം തന്നെ ദുർഗാദേവിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ, ദുർഗാ സപ്തശതി ജപിക്കുമ്പോൾ, പൗർണമിയിൽ മഹാലക്ഷ്മിയെയും ദുർഗാദേവിയെയും ഒരുപോലെ പ്രാർത്ഥിക്കുമ്പോൾ, മൂകാംബിക ദേവിയുടെ അനുഗ്രഹത്താൽ, ചോറ്റാനിക്കര അമ്മയുടെ അനുഗ്രഹത്താൽ എല്ലാ കാര്യങ്ങളും അല്പം വൈകിയാണെങ്കിലും ഭംഗിയായി നടന്നു കിട്ടും. ഏറ്റവും അനുകൂല ദിവസമെന്ന് ലാസ്റ്റ് നമുക്ക് തോന്നുന്ന ഒരു ദിവസമായി തീരും ഈ പൗർണമി ദിവസം. 14/3/2025 ഏകദേശം കുംഭമാസം അവസാനിക്കുമ്പോൾ ഒരു മാസമായി അനുഭവിച്ചിരുന്ന എല്ലാ കഷ്ടതകളും മാറി സ്വസ്ഥതയും സമാധാനവും സന്തോഷവും നിലനിൽക്കും എന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടി 27 നക്ഷത്രക്കാർക്കും എല്ലാവിധ മംഗളവും ഉണ്ടാവട്ടെ. ഈ പൗർണമി പൂജയിലൂടെ ഈ വെള്ളിയാഴ്ച മഹാലക്ഷ്മിക്ക് നെയ്വിളക്ക് വച്ചിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, അതുപോലെ തന്നെ ദുർഗാ സപ്തശതി പാരായണം ചെയ്യുമ്പോൾ, നാരങ്ങാദീപം തെളിക്കുമ്പോൾ എല്ലാ കഷ്ടതകളും മാറി 27 നക്ഷത്രക്കാർക്കും ഏറ്റവും നല്ല ഒരു മാസവും നല്ല ഒരു ദിവസവുമായി തീരട്ടെ. ഒരു കുംഭമാസം അവസാനിക്കുമ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.